എന്താ ഉറങ്ങുന്നില്ലേ? ഇല്ല, കുറച്ച് പണിയുണ്ടായിരുന്നു. ഈ പാതിരാത്രിക്കോ? ഓഫീസിൽ കുറച്ച് അർജന്റ് കാര്യമുണ്ടായിരുന്നു. ഹലോ, അക്കൗണ്ട് നമ്പർ അയക്കട്ടെ? പണം തരും നേരിൽ. വിശ്വാസം ഉണ്ടെങ്കിൽ മതി. എല്ലാവരും വിശ്വാസമല്ലേ? എവിടെ വരണം? ലീല റെസിഡൻസി, എറണാകുളം നോർത്ത്, റൂം നമ്പർ 105, നാളെ രാവിലെ 10 മണിക്ക്. ആ ഫോട്ടോയിലുള്ള കുട്ടി തന്നെ വേണം. അതൊക്കെ ശരിയാക്കാന്നേ. ആദ്യം ക്യാഷ് കൊണ്ടോ? ഓക്കെ. വെൽക്കം സർ. റൂമാണോ സാർ? അല്ല, റൂം നമ്പർ 105, ഫസ്റ്റ് ഫ്ലോർ റൈറ്റ്. എന്താ? ബിപിൻ ബിനോയ് എന്നോട് വരാൻ പറഞ്ഞായിരുന്നു. ഏത് ബിപിൻ ബിനോയ്? ഇവിടെ അങ്ങനെ ഒരാളില്ല. നിങ്ങൾക്ക് റൂം മാറിപ്പോയതാ? സാറേ, വിനോദല്ലേ? ആ, വാ. റൂം 105 എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫാമിലി ആയിരുന്നു. ആരാന്നൊക്കെ അറിയണ്ടേ? അല്ല, പോലീസോ മറ്റോ ആണോന്ന്. ഇതാണ് കറക്റ്റ് റൂമ്. ഇരിക്കും. റെയ്ഡൊന്നും ഇല്ലെങ്കിലും എല്ലാത്തിനും ഒരു മറയൊക്കെ വേണ്ടേ? ഈ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ സേഫാ. എല്ലാം സേഫായി ചെയ്യുന്നത് എനിക്കും ഇഷ്ടം. സാറ് കെട്ടിയതല്ലേ? ഒന്നിനും അങ്ങോട്ട് തൃപ്തനല്ല ഒന്നിലും അല്ലേ? സാറിന് ഏത് ടൈപ്പാണ് വേണം? തമിഴ് വേണം, ഹിന്ദി വേണം, കറുത്തത് വേണം, വെളുത്തത് വേണം, എല്ലാം റെഡിയാ മോളി. സാറിന് പുറത്തുകൊണ്ടുപോകണോ? ഉണ്ടോ? ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. സാറിന് ഇഷ്ടം പോലെ. അല്ല, ആ ഫോട്ടോ കണ്ട കുട്ടിയില്ലേ? അതൊക്കെ ചീള് കേസല്ലേന്നേ സാറേ. അതിലും നല്ല കിടലം പീസ് നമ്മുടെ വേറെ ഉണ്ട്. പിന്നെ ക്യാഷിന്റെ കാര്യം എങ്ങനെ സാറേ? ഗൂഗിൾ പേ ആണോ അതോ ക്യാഷ് ആയിട്ടാണോ? സാർ പൊന്നാര മോനെ, അതാരെന്നറിയോടാ? എന്റെ ഭാര്യയോടാ അവള്. നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഫോട്ടോ? പിന്നെ ആരണോ? അത് ഞങ്ങൾ വിലക്ക് മേടിച്ചത്. പേജാ സാറ്. അയ്യോ സാറേ, ഞങ്ങൾക്ക് ആ പേജ്
പേജ് കിട്ടുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഫോട്ടോ. ഈ പേജ് കിട്ടിയ പറ്റിയ കസ്റ്റമറെ ഒപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങൾ വെറും ഡീലേഴ്സ് മാത്രമാണ് സാറേ. ബാക്കിയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് മോളി വേറെ ആളുകളുണ്ട് സാറേ. അവരൊക്കെ ലക്ഷങ്ങൾ കൊടുത്താ ഈ പേജ് മേടിക്കുന്നത്. സത്യമായിട്ടും ഇത് കൂടുതലൊന്നും എനിക്കറിയില്ല സാറേ. ഇതിന്റെ പുറകിൽ ആരടാ? ആരെന്ന് പറയടാ? ഇതുവരെ ഉറങ്ങിയില്ലേ? ഭക്ഷണം കഴിച്ചോ? ഇല്ല. മരുന്ന് കഴിച്ചോ? ഇല്ല. ഗൗരി, എന്താ പറ്റിയേ? അത് തന്നെ എനിക്ക് വിനോദേട്ടനും ചോദിക്കാനുള്ളത്. വിനോദേട്ടൻ എന്താ പറ്റിയേ? അത് എന്റെ അടുത്തൊരു വാക്ക് മിണ്ടാറുണ്ടോ? പഴയതുപോലെ ശ്രദ്ധിക്കാറുണ്ടോ? കാണുമ്പോ ഒഴിഞ്ഞു മാറി നടക്കോ? വിനോദേട്ടൻ എന്റെ അടുത്ത് ദേഷ്യമുണ്ടോ? ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും പറ. ഗൗരി, നീ എന്തൊക്കെയായി പറയണേ? എനിക്ക് നിന്നോട് എന്ത് ദേഷ്യ? ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. നീ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഈ ഫോട്ടോ ആണോ നിങ്ങളുടെ പ്രശ്നം? പറ.